ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ എത്രയൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു പുതിയ ഡിസൈൻ കിട്ടുമ്പോൾ നമുക്കൊക്കെ കൺഫ്യൂഷൻ ആവില്ലേ. ഇപ്പോൾ ഹോം ബേക്കർ ആണെങ്കിലും അല്ലെങ്കിൽ ബേക്കിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കേക്ക് ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ചങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഡെക്കറേഷൻ വരുമ്പോൾ അത് ഇത്തിരി പാടാല്ലേ. ഞാൻ കുഞ്ഞാവ ഉണ്ടായതിന് ശേഷം വളരെ കുറച്ചാണ് കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അതായത് നമ്മുടെ മക്കളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേക്ക് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കും ആകപ്പാടെ ഒരു പെപ്പരപരപരയാണ് കേട്ടോ. പിന്നെ പല സാധനങ്ങളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കും, പിന്നെ നോക്കുമ്പോഴായിരിക്കും അത് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നമ്മൾ കേക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്തൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ഞാനിവിടെ കേക്ക് ബേസ് ഉണ്ടാക്കിയെടുത്തു. കേക്ക് ബേസ് പിന്നെ നമുക്ക് കണ്ണടച്ചക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ആ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബേസിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തേക്കണം. അതിനോട് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണില്ല കേട്ടോ. കാരണം ഇത് ഓൾറെഡി എന്താ പറയുക, നമ്മുടെ അത് കേക്ക് ബേസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുമ്പോഴത്തേനും ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ ഇതാ ബേസ് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്താണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഓരോ ലെയറുകളിലും ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ടോ. അതൊക്കെ നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ഇതിപ്പോൾ എല്ലാം ലെയേഴ്സ് എല്ലാം ഇതുപോലെ തന്നെയായിരിക്കും എല്ലാത്തിലും തന്നെ ചെയ്യണത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇപ്പോൾ ബട്ടർ സ്കോച്ചൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇടയ്ക്ക് ബട്ടർ സ്കോച്ചോ അല്ലെങ്കിൽ എന്താണ് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ്സൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് കേട്ടോ എന്തെങ്കിലുമൊരു വ്യത്യാസം എന്ന് പറയാനുള്ളൂ. അല്ലാതെ ഈ ഒരു ഫിനിഷിങ് എല്ലാം തന്നെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ 3 ലെയറായിട്ട് വിപ്പിംഗ് ക്രീമും അതുപോലെ ഷുഗർ സിറപ്പും ഒക്കെ ആക്കി ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ ഞാനിവിടെ സോക്കർ ബോൾ, നമ്മുടെ ഫുട്ബോളിൻ്റെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഹെക്സഗൺ ഒരെണ്ണം നമ്മുടെ കോമ്പസൊക്കെ വെച്ചിട്ടൊന്ന് കട്ടാക്കിയിട്ട് പിന്നെ ഇതുപോലെ ഈ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കണ്ട. പയ്യൊന്ന് അതായത് കേക്കിൻ്റെ ഒരുപാട് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് എന്താ പറയുക ആ ഒരു കാർഡ് വെറുതെ ഒന്ന് വെച്ച് കൊടുക്കാൻ പോളൂ കേട്ടോ. എന്നിട്ട് അങ്ങനെയൊക്കെ ഷേപ്പൊക്കെ ചെയ്തെടുത്തു. പിന്നെ ഇതാ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയെടുത്ത് അങ്ങനെ ചോക്ലേറ്റ് ഗണാഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടാണ് നമ്മളിതുപോലെ ആ ഒരു സോക്കറിൻ്റെ നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിന് മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു അടയാളം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ലൈനിൽ കൂടെ തന്നെ അങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഈ ഒരു പ്രോസസ്സൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ലാസ്റ്റാക്കിയപ്പോൾ ഞാൻ കൊളാക്കി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പല സംഭവങ്ങളും നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. കാരണം ഇതിനകത്ത് വേണ്ടത് ശരിക്കും ഡാർക്ക് കോമ്പൗണ്ട് ചേർക്കുകയാണെങ്കിലാണ് നല്ല ഒരു ബ്ലാക്ക് കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് നമ്മുടെ മിൽക്ക് കോമ്പൗണ്ട് ഉണ്ടല്ലോ, അതാണ് കാര്യം. മിൽക്ക് കോമ്പൗണ്ടാണ് ടേസ്റ്റൊക്കെ വന്നിരിക്കും. എപ്പോഴും ഇച്ചിരി മധുരമൊക്കെയുള്ള മിൽക്ക് കോമ്പൗണ്ട് തന്നെയാണല്ലോ. പക്ഷേ ആ ഒരു സെയിം കളറൊക്കെ വന്നെങ്കിൽ അല്ലെങ്കിൽ കളർ ആഡ് ചെയ്യേണ്ടി വരും. കളർ ചേർക്കേണ്ടതെന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ അപ്പോൾ എന്നിട്ട് ആ ഒരു ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ബോളുണ്ടല്ലോ, ബോളിൻ്റെ രീതി തന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഒരു സ്റ്റാർ നോസിലിട്ടിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് ആ ഒരു ഡാർക്ക് കോമ്പൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിലാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഒരു മിൽക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ കളറൊന്നും ശരിയായിട്ടില്ല, വേറൊരു കളറൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ആ ഒരു കളറും എല്ലാം കൂടി വന്നാലാണ് കറക്റ്റായിട്ട് തന്നെ വരത്തുള്ളൂ കേട്ടോ. പിന്നെന്താണ്, പിന്നെ ഇത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു കേക്കാണെന്ന് കേട്ടോ. പിന്നെ സൈഡിലൊക്കെ ഗ്രീൻ കളർ എടുത്തു. പിന്നെ ചെറിയൊരു എന്താ പറയുക ഗോൾഡൻ ലീഫിൻ്റെ എഡിബിൾ ഗോൾഡൻ ലീഫ് ഉണ്ടല്ലോ, അത് വച്ചൊക്കെ കൊടുത്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കേക്ക്. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്ത ഒരു കേക്കാണ് കേട്ടത്. പിന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതല്ലാണ്ടിരിക്കുമല്ലോ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അവർ ബർത്ത്ഡേ ഒന്നും ഭയങ്കര ഒരു ആഘോഷമൊന്നും അല്ലെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിൽ നമ്മളതൊന്ന് ആഘോഷിക്കുകയാണെങ്കിൽ അതൊരു രസമാണല്ലോ. ആഘോഷം എന്നല്ല പറയുക, ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെന്താ, അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. കാരണം ഞാൻ ഈ കേക്ക് ബേസ് ഉണ്ടാക്കുമ്പോഴാണ് ഇതിനകത്ത് കുറച്ചൊരു പാൽപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെന്താണ്, അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആഷാസ് ക്രിയേഷൻസ്.